യോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് റിവ്യൂവിന് വേണ്ടിയിട്ട് അങ്ങ് ദൂരെ ചൈനയിൽ നിന്ന് അതായത് ഹോങ്കോങ്ങിൽ നമുക്കൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ LED ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വരുന്ന ബ്രാൻഡിന്റെ പേര് നവോ ഇവോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ LED ആണ് ഇത് വരുന്നത്. ഇപ്പൊ ഗൈസ് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മിഡ് റേഞ്ചിൽ വരുന്ന കാറുകളുടെ അതായത് ഹെഡ്ലൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് വിസിബിൾ അല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ രാത്രി നൈറ്റ് റൈഡ് പോകുന്ന സമയത്ത് നമുക്ക് വെട്ടം വളരെയധികം കുറവാണ്. അതായത് ഈ മിഡ് റേഞ്ച് വരുന്ന കാറുകൾക്കാണ് ഈ ഒരു വിഷയം കൂടുതലായിട്ടുള്ളത്. അതായത് പ്രീമിയം ലെവലിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ പുതിയൊരു ബ്രാൻഡ്, അതായത് നവോ ഇവോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു LED ആണ് ഇത് വരുന്നത്. ഇത് ഹോങ്കോങ്ങിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ നവോ ഇവോ ബ്രാൻഡിന്റെ LED. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നവോ ഇവോയുടെ NG മിസ്റ്റർ ഈഗിൾ എന്ന് പറയുന്ന മോഡൽ. അതായത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ജസ്റ്റ് നോക്കൂ, അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി പാക്കിങ്ങിൽ തന്നെയാണ് സാധനം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ നവോ ഇവോയുടെ റിവ്യൂ ചെയ്യാൻ അവർ അയച്ചു തന്നിരിക്കുന്ന പ്രൊഡക്റ്റ്, അതായത് നവോ ഇവോയുടെ NG മിസ്റ്റർ ഈഗിൾ എന്ന് പറയുന്ന മോഡലാണ്. ഇത് 90 വാട്ട്സ് ഹൈ ബ്രൈറ്റ്നസ്, അതുപോലെ 600% മോർ ലൈറ്റ്, അതുപോലെ 50,000 ഹവേഴ്സ് ലൈഫ് സ്പാനുമാണ് വരുന്നത്. പിന്നെ 60% എനർജി മാത്രമേ ഈ ഒരു പ്രോഡക്റ്റിന് എടുക്കുന്നുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ വോൾട്ടേജിന്റെ കേസ് വരികയാണെങ്കിൽ വോൾട്ടേജ് വരുന്നത് 9 to 16 വോൾട്ടേജ് വരുന്നത്. അതുപോലെ വാട്ട് വരുന്നത് 180 ആണ്. 180 വാട്ട് പെർ സെറ്റ് ആണ്. പിന്നെ ഇതോടെ ലുമൺ വരുന്നത് 21,600 LM. അതുപോലെ ലൈറ്റിംഗ് സോഴ്സ് ഫ്ലിപ്പ് ചിപ്പാണ് വരുന്നത്. കളർ ടെമ്പറേച്ചർ വന്നിട്ട് 6,500 കെൽവിൻ ആണ് ഈ ഒരു മോഡലിന് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവർ പറയുന്നത് 2 years വാറണ്ടി കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഹോങ്കോങ്ങിൽ നിന്നാണ് ഡയറക്റ്റ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഗുജറാത്തിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ LED വരുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം തന്നെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഗൈസ്, H4 ആണ് നമ്മുടേത് വരുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാർ ഏതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ H4 ആണ് തന്നിട്ടുള്ളത്. ഇത് H4 കപ്ലറാണ് വരുന്നത്. ഇത് അതിൻ്റെ ഡ്രൈവർ യൂണിറ്റ് ആണ്. അതുപോലെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിനകത്തൊരു ഫാന് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ LED അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിലൊരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ ലോക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു കപ്പ് പോലെ കാണാം രണ്ട് സൈഡിലും. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതിൻ്റെ ഹൈ ബീമും ലോ ബീമും കറക്റ്റ് ആവണമെങ്കിൽ ഈ ഒരു കപ്പ് നമ്മൾ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കണം. ഈ കപ്പ് ഇങ്ങനെ തിരിഞ്ഞോ അല്ലെങ്കിൽ സൈഡിലോട്ടോ ആയിട്ട് നിൽക്കരുത്. എപ്പോഴും നമ്മൾ ഈ ഒരു പൊസിഷനിലായിരിക്കണം ഇതിനകത്ത് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ ഇതിൻ്റെ ഡ്രൈവർ യൂണിറ്റ് ആണ്. ഈ ഒരു ഡ്രൈവർ യൂണിറ്റ് നമ്മൾ ഒരു സൗണ്ടൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്ത് നമ്മൾ ഒരു ടൈ എന്തെങ്കിലും അടിച്ചിട്ട് സൈഡിൽ വെക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാം. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് ക്യാപ്പ് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് ഫിറ്റ് ചെയ്ത് നോക്കാം, ഫിറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേന്ന്. ഓക്കെ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഡസ്റ്റ് ക്യാപ്പ് വേണം നമുക്ക് ഫിക്സ് ചെയ്യാൻ. ഓക്കെ.
ഡസ്റ്റ് ക്യാപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു LED നമുക്ക് നവോയുടെ LED ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ലൈറ്റെല്ലാം ഫിക്സ് ചെയ്തു. ഇപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോ ബീമിലാണ്. നമ്മുടെ പ്രീമിയം കാർസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ലൈൻ ഉണ്ടാവും ഒരു എൻഡിൽ, ആ ലൈനിൻ്റെ താഴോട്ടേക്കായിരിക്കും ലൈറ്റ് കറക്റ്റ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈ ബീമിലേക്ക് സ്വിച്ച് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് തന്നെയാണ് നമുക്ക് ഹൈ ബീമിലും കിട്ടുന്നത്, അതുപോലെ ലോ ബീമിലും കിട്ടുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പവറാണ് ഈ ഒരു ലൈറ്റിനുള്ളത്. ഗൈസ്, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പൊളിച്ചു. ഒരു രക്ഷയില്ലാത്ത ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് നവോ ഇവോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും വെബ്സൈറ്റും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഒരു 2 വീക്കിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ബൈ.